Today, we are here at one of the most renowned jewellery businesses, Chungat Jewellers, Chalakudi branch. We are here as part of our MBA program representing Sahade Institute of Management Studies, Kodagara. We are here to take an interview, and the interview is all about an interactive section with an industrial expert and first year MBA students regarding the organization behavior models and concepts. The theme of today's interview is leadership and management theories along with motivational theories under organizational behavior. It states the importance of leadership, motivation and emotional intelligence in a professional workplace. We are delighted to welcome Mr. Ranjit Paul, the managing partner of Chungat Jewellers and a well-established entrepreneur having 25 years of experience in the retail jewellery business. Academically, he is a mechanical engineering background graduate with an MBA and is pursuing Executive MBA from IIM Calcutta. Good morning, sir. We are really honored to have you with us today. To begin with our interview, first of all, sir, could you share your early career and what motivated you in taking leadership roles in such diverse sectors? ഈ ചോദ്യത്തിന് രണ്ട് ഭാഗം ഉണ്ടെന്ന് കരുതുന്നു. ഒന്ന് ഏർലി കരിയർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ എൻ്റെ ഒരു എക്സ്പോഷർ വരുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7ാം ക്ലാസ് തൊട്ട് ചിലപ്പോഴൊക്കെ അന്നത്തെ ചെറിയ കടയാണെങ്കിലും വന്ന് കടയിൽ ഇരിക്കുമായിരുന്നു. അത് എല്ലാ ദിവസവും നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിന് അവസരം കിട്ടില്ല. നല്ല അവസരം കിട്ടുന്നത് തിരുവോണത്തിൻ്റെ ദിവസമായിരിക്കും. അന്ന് എല്ലാ കടകളും മാർക്കറ്റ് അങ്ങനെ അടഞ്ഞു കിടക്കുന്ന സമയത്ത് തിരുവോണ ദിവസത്തിൽ ബന്ധു വീട്ടിൽ പോകുമ്പോൾ ചെറിയ മോതിരവും സമ്മാനങ്ങളൊക്കെ അമ്മായിമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയൊക്കെ പണ്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിക്കാൻ വരുന്നവർ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസിൻ്റെ ഭാഗമായിട്ട് പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ കയറി വാങ്ങും. അപ്പോൾ ജീവനക്കാരൊക്കെ അന്ന് അവധിയായിരിക്കും. അപ്പോൾ ഞാനും എൻ്റെ അപ്പനും ചേട്ടനുള്ള സമയത്ത് ചേട്ടനും കൂടി വന്ന് കട തുറക്കും. 10 മണിക്ക് കട തുറക്കും. വീട്ടിലെ അമ്മ ഓണസദ്യയുടെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടാവും. ഒരു 12-12:30 വരെ ഞങ്ങൾ 3 പേര് കൂടി കസ്റ്റമേഴ്സിന് അത്യാവശ്യം കാണിക്കും. എൻ്റെ ഓർമ്മയിൽ ഒരു 6, 7, 8 ബില്ലൊക്കെ ഞാൻ മുഖാന്തരം ഒന്ന് കാണിച്ച് വിലയിടാനൊന്നും അറിയില്ല. സാധനം എടുത്ത് കഴിയുമ്പോൾ അത് അപ്പൻ്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുക, അപ്പൻ വിലയിടുക. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ഓർമ്മകളായിരുന്നു. അതായിരുന്നു ബിസിനസ്സിലേക്കുള്ള ആദ്യത്തെ ഒരു എക്സ്പോഷർ. പിന്നെ ഡൈവേഴ്സ് ബിസിനസ്സിനെ പറ്റി പറഞ്ഞു. ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ ഓരോ സംരംഭകനും അവൻ ചെയ്യുന്ന തൊഴിലിൽ 100% അവൻ്റെ എഫേർട്ട് ഫുള്ളായിട്ട് ഇടേണ്ടി വരും. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളത് ഡെലിഗേറ്റ് ചെയ്ത് തുടങ്ങും. മറ്റ് ജീവനക്കാരെയും മാനേജർമാരെയൊക്കെ വെച്ച് നമുക്ക് പണികൾ ഡെലിഗേറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റിയാൽ നമ്മൾ കുറേ കൂടി ഫ്രീ ആവും. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ പണം നമുക്ക് വേണ്ടി സംസാരിക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ ടീം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. അപ്പം അങ്ങനെ സമയവും നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഡൈവേഴ്സ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഡെലിഗേഷൻ. So how do you stay motivated in your role and keep the team motivated during the challenging situations and period of workload? മോട്ടിവേഷൻ എൻ്റെ തോന്നലാണ്, മോട്ടിവേഷൻ ജീവിതത്തിൽ ഓരോ തലത്തിലും ഓരോ അർത്ഥമായിരുന്നു. പഠിക്കുന്ന സമയത്ത് നമ്മുടെ മോട്ടിവേഷൻ ചിലപ്പോൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ അടുത്തുള്ളതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിലും ഏർലി കരിയർ സ്റ്റേജിൽ നമുക്കൊരു ഇത്ര ടേൺ ഓവറിലെത്താന്നുള്ളതായിരിക്കും. പിന്നീട് അത് മാറി നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ നമ്മുടെ കോമ്പറ്റീറ്ററായിട്ട് മാറും. ഓരോ മാർക്കറ്റിലെയും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും നമ്മുടെ മോട്ടിവേറ്റേഴ്സ്. Sir, can you share one of the critical decision that you had to take under pressure? ക്രിട്ടിക്കൽ ഡിസിഷൻ എന്ന് പറയുമ്പോൾ ആ തീരുമാനം തെറ്റിപ്പോയാൽ നമ്മുടെ ജീവിതം മാറിമറിയും. അല്ലെങ്കിൽ ആ തീരുമാനം വളരെ ശരിയായാൽ ജീവിതം രക്ഷപ്പെട്ടു പോകും. നമ്മൾ ഒരു ബിസിനസ്സിൽ വളർന്നു വരുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നായിരിക്കില്ല, പലതായിരിക്കും. യു കീപ്പ് ഓൺ മേക്കിംഗ് ഡിസിഷൻസ്. അപ്പോൾ ഒരു ഡിസിഷൻ അത്ര ക്രിട്ടിക്കലാവില്ല. നമ്മൾ എടുക്കുന്ന പോളിസി ഡിസിഷൻസ് ആയിരിക്കും പിന്നീട് വരെ. പക്ഷെ
മുൻപത്തെ ജീവിതത്തിൽ എടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു 17 വർഷം മുൻപ് ഞങ്ങൾ രണ്ടാമത്തെ ഷോറൂം തൃശ്ശൂർ ആരംഭിച്ചപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷന് മാക്സിമം നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു 25% കൂടുതൽ റിസ്ക് എടുക്കില്ല. അപ്പോൾ ആ ഡിസിഷൻ എത്ര മോശമായാലും 25% നമ്മളെ ബാധിക്കുള്ളൂ. അന്ന് പക്ഷെ അങ്ങനെയല്ലായിരുന്നു. അതുവരെയുള്ള ക്യാപിറ്റലിനേക്കാൾ ഉയർന്ന ക്യാപിറ്റലുള്ള ഒരു ബിസിനസ് നമ്മൾ ആരംഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൃശ്ശൂരത്തെ രണ്ടാമത്തെ ഷോറൂം ആരംഭിച്ചു. അപ്പോൾ അതിനുള്ള പണം കയ്യിലില്ല. അപ്പോൾ എങ്ങനെ പണം കണ്ടെത്തും? ബാങ്കിനെ ആശ്രയിക്കണം. അപ്പം അന്ന് 15 കോടി ബാങ്ക് ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ക്രിട്ടിക്കലാണ്. അത് വിജയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഉള്ള ഷോറൂം കൂടി നശിച്ചു പോകുന്നൊരു സാഹചര്യം വരും. എന്നാൽ അതൊരു നമ്മളൊരു ചോയ്സാണ്. ആ റിസ്ക് എടുത്തു. അതിന് ഗോൾഡ് വാങ്ങിച്ചു. ഭാഗ്യവശാൽ ഗോൾഡിൻ്റെ വില നിങ്ങൾക്ക് അറിയുന്നത് പോലെ 10 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. അപ്പോൾ അതിനെ മിടുക്കെന്ന് പറയാമോ ഭാഗ്യം എന്ന് പറയാമോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ അന്ന് ബാങ്ക് ലോൺ എടുത്ത് അതിന് ഗോൾഡ് പർച്ചേസ് ചെയ്ത ഒരു ഡിസിഷൻ കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. Can you explain an employee welfare program that you have implemented in your organization? ഈ എംപ്ലോയി വെൽഫെയർ എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് വേണ്ട ഒരു കാര്യമാണ്. ജാപ്പനീസ് ടെക്നോളജി നിങ്ങൾ പഠിച്ചതാണ് കൈസൻ എന്ന് പറയും. കൈസൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അടുത്ത ദിവസത്തേക്ക് ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എംപ്ലോയി വെൽഫെയർ അങ്ങനെ തന്നെ ഒരു മേജർ ഡിസ്റപ്റ്റീവ് എംപ്ലോയി വെൽഫെയർ പ്രോഗ്രാം ആയിക്കൊള്ളുന്നില്ല. പക്ഷെ ഓരോ ദിവസവും അത് ഭേദപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്പെസിഫിക് ആയിട്ട് ഒരെണ്ണം ചോദിക്കാൻ പറഞ്ഞ റീസെൻ്റ്ലി ഞങ്ങളിപ്പം എല്ലാ ഷോറൂമുകളും തമ്മിൽ ഓരോ ഷോറൂമിന് ഓരോ ഫുട്ബോൾ ടീം, ഓരോ ക്രിക്കറ്റ് ടീം ഒക്കെ ഉണ്ടാക്കി. അപ്പം ഇവർ ഇതിനു വേണ്ടി ഡെയിലി പ്രാക്ടീസുകൾ ആരംഭിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം ടർഫ് ബുക്ക് ചെയ്ത് അവർ അതിൻ്റെ കോച്ചിങ്ങുകളും പ്രാക്ടീസുകളും ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്റർ ബ്രാഞ്ച് ഒരു മത്സരം നടത്തി. അതൊക്കെ എംപ്ലോയീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊഹേഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിച്ചു കാണും. പക്ഷെ അങ്ങനെ ഒന്നുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോസസ്. What advice would you give for ambitious aspiring to take leadership roles? ഇന്ത്യ 130 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. അപ്പം ഇവിടെ എന്ത് ചെയ്താലും മാർക്കറ്റ് ഉണ്ട്. എല്ലാ ബിസിനസ്സിലും അവരവരുടെ കേക്കിൻ്റെ പീസ് എടുക്കുക എന്ന് പറയും. ഒരു കേക്ക് ഉണ്ടെങ്കിൽ ഓരോ ബിസിനസ്സുകാരനും ആ മാർക്കറ്റിൽ അവരവരുടെ കേക്കിൻ്റെ പീസ് എടുത്താൽ മതി. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് വലിയ കേക്ക് ഉണ്ട്. എന്ത് ചെയ്താലും ഇവിടെ മാർക്കറ്റ് ഉണ്ട്. അപ്പം മൈ അഡ്വൈസ് വുഡ് ബി, ഒരുപാട് പിള്ളേർ വിദേശത്ത് പോയി പഠിക്കുന്നു. ചിലരവിടെ പഠിച്ചിട്ട് അവിടെ തുടരുന്നു, ബുദ്ധിമുട്ടി തുടരുന്നു. ശരിക്കും ഇന്ത്യയെ പോലെ ലോകത്തിലെ 4ാമത്തെ 3ാമത്തെയോ വലിയ ഇക്കോണമിയാണ് നമ്മുടെ. ഇന്ത്യ പോലെ ഒരു നല്ല മാർക്കറ്റിൽ നിന്ന് MBA സ്റ്റുഡൻസ് പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ മാർക്കറ്റ് ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. ദാറ്റ് വുഡ് ബി മൈ അഡ്വൈസ്. Thank you. We sincerely thank Mr. Ranjit Paul and the entire team of Chungat Jewellery for the support, cooperation and hospitality.